ഹലോ ഗേസ്, അപ്പോൾ നമ്മളിന്ന് കളിക്കുന്നത് കമല ഹൊറർ ഗെയിമാണ്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടിന്യൂ അടിക്കാം. അപ്പോൾ ഹാർഡിലാണ് ഞാൻ ഇട്ടേക്കണം. സത്യം പറഞ്ഞാൽ അതിന് നോർമൽ മാറ്റി ഞാൻ അൾട്ര ആക്കുവാണ്, കാരണം ഇതായിരിക്കും കുറച്ചുകൂടി ക്വാളിറ്റി നല്ലത്. അപ്പോൾ ഇനി നമുക്കൊന്ന് പ്ലേ അടിക്കാം. അപ്പോൾ ഞാൻ പ്ലേ അടിക്കുകയാണ്. അപ്പോൾ സ്റ്റോറിയാണ്. അപ്പം നിങ്ങൾ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേരെ. അപ്പം ഈ ഗെയിം കളിക്കാൻ പേടിയില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേരെ. പിന്നെ ഇതേപോലത്തെ വേറെ വീഡിയോസ് വേണമെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം എന്തൊക്കെ രോഗമൊക്കെ വന്നു, എന്നിട്ട് കമല പ്രേതമായി മാറുവാണ്. എന്തായാലും പ്രേതമായി മാറുന്നുണ്ട്. എന്നിട്ട് ആരോ കൊന്നു, അച്ഛനെയാന്ന് തോന്നുന്നു. അച്ഛനെ കൊന്നിട്ടുണ്ട് കേസ്. അച്ഛനെ കൊന്ന് ഇത് അവിടെ ആണെങ്കിൽ അത് ഇതൊക്കെ എന്തൊക്കെയോ എഴുതണ്ട്, എന്തൊക്കെയോ പറയണ്ട. നമുക്കൊന്ന് സ്കിപ്പ് ചെയ്തിട്ടേക്കാം, എനിക്കൊന്നും മനസ്സിലാവാനുള്ളത്. എന്തായാലും ഞാൻ പയ്യെ സ്കിപ്പ് ചെയ്യുവാണ് ഗേസ്. അപ്പം നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം. നമ്മളെവിടെ ആദ്യം വരുന്നതെന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ വീടിൻ്റെ ഉള്ളിലാണ് ആദ്യം എപ്പോഴും വരാറ്. ഇപ്പോഴും അത് തന്നെയാണ് വന്നത്. നമുക്ക് വെറുതെ ഒന്ന് ചുറ്റി നോക്കാം. ഇപ്പോൾ പില്ലോ അതൊക്കെ ഉണ്ട് ഗേസ്. ഇവിടെ എന്തുവാ, കമല ചായ പിടിച്ചിട്ടിട്ട് കപ്പ്. എന്തായാലും അവിടെ ഇരിക്കട്ടെ. ജനാല തുറക്കാൻ പറ്റുമോ? ഇല്ല, ലോക്ക് ചെയ്തേക്കുക. ഇവിടെ ഗേസ് ഇത് ലോക്കാണ് ഗേസ്. അപ്പം നമ്പറല്ല വേറെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട് ഗേസ്. പിന്നെ സംഭവം എനിക്ക് മനസ്സിലായില്ല ഗേസ്. നമുക്കൊന്ന് വെറുതെ ഒന്ന് പോകാം ഗേസ്. ഒന്ന് പോയി നോക്കാം. ഞാൻ പോയി നോക്കുകയാണ്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഗേസ്. എന്തായാലും വല്ല മണി ഉണ്ടോ നോക്കണം. മണി അടിച്ച് അപ്പം തന്നെ കമല ഗേസ് കഥം. പ്ലീസ് സേവ് മീ. പിന്നെ കമലേനെ രക്ഷിക്കാതെ എൻ്റെ പണി. നമുക്ക് അടുത്ത വാതിൽ വഴി നമുക്ക് എസ്കേപ്പ് ആവണം ഗേസ്. ആദ്യം നമുക്ക് കീ കണ്ടുപിടിക്കണം ഗേസ്. അപ്പം എന്തായാലും കമലേനെ ഒന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്ത എപ്പോഴാണ് കമല നമ്മളെ ആക്രമിക്കണമെന്ന് ഒരു പിടിയില്ല ഗേസ്. ഈ മണി അടിച്ചാൽ കമല വരും. അത് കാരണം ഞാൻ മണി അടിക്കാതെ പോവാണ്. ഇത് ഗേസ് ആരെയും കൊന്നിട്ടേക്കണ, എൻ്റെ അച്ഛനെയാന്ന് തോന്നുന്നു കൊന്നിട്ടേക്കണ. എൻ്റെ ചോരയൊക്കെ ഉണ്ട് ഗേസ്. എന്നാലും നമുക്ക് പോകാം ഗേസ്. അപ്പം ഇവിടെ എല്ലാ റൂമിലും ഇങ്ങനത്തെ നമ്പർ ലോക്ക് പോലത്തെ എന്ത് സാധനം കൊടുത്തിട്ടുണ്ടല്ലോ ഗേസ്. കാണാൻ നമ്പർ ലോക്ക് പോലെ ഉണ്ട്, എന്ത് സാധനം എന്ന് മനസ്സിലാവണില്ല. ഓക്കെ, തുറന്നു. ഇവിടെ എന്തുവാ, പട്ടിയുടെ ശില്പവും ആർക്കും അറിയാം ഗേസ്. അച്ഛൻ്റെ വല്ല തലയോട്ടി ഉണ്ടോ ഗേസ്? നോക്കാം. ഇല്ല ഗേസ്. അപ്പം നമുക്കെന്നാ മാറാൻ. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? തുറക്കാനും പറ്റില്ല. ഷടാ അതിന് വരും ഗേസ്. അതിന് കമലയുടെ പോട്ടെ, അത് നോക്കണ്ട. ഷടാ ഗേസ് ഇതെല്ലാം എടുത്തുകൊണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പോട്ടെ ഗേസ്, നമുക്കൊന്ന് തുറക്കാം. ഇല്ല, മണിയുണ്ടെങ്കിൽ മണി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഗേസ്. അപ്പോൾ പേടിക്കാനൊന്നും അത്രയ്ക്ക് ഇല്ലെന്ന് തോന്നുന്നു. എനിക്കത് ഒളിച്ചിരിക്കാനുള്ള അലമാരിയാണ്. പക്ഷെ ഇത് കമലയുടെ അച്ഛൻ ആടിക്കൊണ്ടിരുന്ന കസേരയാന്ന് തോന്നുന്നു. ഇതിൻ്റെ ബുക്കിൻ്റെ പുറകിലോ. യെസ് ഗേസ്, താക്കോല് കിട്ടി ഗേസ്. അപ്പോൾ നമുക്ക് താക്കോല് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോവാം ഗേസ്. അയ്യോ, വഴി മാറിപ്പോയോ ഗേസ്. വഴി അറിഞ്ഞൂടാ ഗേസ്, ഒരു പിടിയില്ല. മണിയുണ്ടോ? ഇല്ലല്ലോ ഗേസ്. ഈ ഫോട്ടോ ഇവിടെ ഇതിലല്ല ഞങ്ങൾ വന്നത്. ഇതേതാ ഗേസ്? വാട്ട്, ഞങ്ങൾ തന്നെയും പിന്നെ ഒരു സ്ഥലത്ത് തന്നെയാണോ ഗേസ് ഞാൻ വരുന്നത്? എന്തായാലും കുഴപ്പമില്ല. ഇതേ കമലയുടെ ഫോട്ടോയാണോ അത്? എൻ്റെ അമ്മ കണ്ടിട്ട് തന്നെ പേടിയാവണം. അപ്പോൾ കമല നേരിട്ട് വന്ന് പറഞ്ഞു തീർന്നില്ല ഗേസ്. കഥം കൊത്താക്കി എൻ്റെ ഗേസ്. ഹൃദയം എനിക്കണ്ട. കമല എന്തായാലും കമലേനെ കാണാനുള്ള ആഗ്രഹം തീർന്നു. തന്നെ നമ്മളെന്നാ ചെയ്യുക? പൂജ ചെയ്യുവാണോ ഗേസ്? നമ്മളെ കൊണ്ട് അവർ പൂജ ചെയ്യുവാണ് ഗേസ്. അപ്പം ഞാൻ വേറൊരു വീഡിയോയിൽ വരാം ഗേസ്.